ഇതെന്താ മോനെ, 8 ആളുണ്ടല്ലോ പണിക്ക്, അതിന് മാത്രം പണിയൊക്കെ ഉണ്ടോ? അമ്മ കുറെ പണിയുണ്ട്. ആ ബാൽക്കണിയിലും റൂമിന്റെ സൈഡിലൊക്കെ ആയിട്ടെ കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ പ്ലാൻസ് അവൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ മോനെ പെട്ടെന്ന് മേലേക്ക് മാറാൻ? താഴത്തെ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? അതൊന്നുമില്ല മേ, ഇതിപ്പോ എന്തായാലും ഓഫീസ് റൂം മേലെയല്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരണ്ടല്ലോ, അതുകൊണ്ടാണ് മേലേക്ക് ഷിഫ്റ്റ് ആവാൻ വിചാരിച്ചേ. ആ, അങ്ങനെയാണ്. ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ എന്തായാലും ഒരു കുറച്ച് ദിവസം ഉണ്ടാവും മേ. പിന്നെ ഭക്ഷണം അമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ, പുറത്തുനിന്ന് വാങ്ങുന്നു വേണ്ട. ഇത് തന്നെ നല്ല ചെലവ് വരുന്നുണ്ട്. പിന്നെ ഭക്ഷണം കൂടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ വരും. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിനിപ്പോ എന്താണ്, ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഇല്ലമ്മേ, ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂർ ഇവിടുന്ന് ഇറങ്ങണം. ഇതെന്താടത്, പണിക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ പോവാന്ന് പറയുന്നത്? എന്നാ പിന്നെ പോയി വന്ന ശേഷം ചെയ്താ പോരെ? ഇപ്പൊ എന്തിനാ എത്ര മാത്രം തിരക്ക്? അതിനിപ്പോ എന്താമ്മേ, ഞങ്ങൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ. പിന്നെ പണിക്കാർ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ വലിയ പണിയാ? അതെന്ത് പണിയാ മോനെ? ഇത്രയും പണിക്കാർ വീട്ടിൽ പണിയെടുക്കുമ്പോ അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ പോവാന്ന് പറയുന്നത് ശരിയാവുന്ന കാര്യ? ഞാനിപ്പോ മേലെ ചെന്നിട്ട് വരാം. പണിക്കാരൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ആ പണി ഒരു 10-15 ദിവസം കൊണ്ടൊന്നും തീരില്ലാന്ന്. അപ്പൊ അത്രയും ദിവസത്തേക്ക് അവർക്ക് വേണ്ട രാവിലത്തെ ചായ, ഉച്ചയ്ക്ക് വേണ്ട ലഞ്ച്, പിന്നെ വൈകുന്നേരം ചായ വേണം. അത് ഇടയ്ക്ക് പച്ചക്കറി മാത്രം മതിയോ? ഇടയ്ക്കിടയ്ക്ക് നോൺ വെജ് കൊടുക്കണ്ടേ? ഇതൊക്കെ ഇവളെ കൊണ്ട് ഒറ്റയ്ക്കാവോ? അത് മാത്രമാണോ? മേലെ പണിയെടുക്കുമ്പോൾ താഴെ മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അതിങ്ങനെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിടേണ്ട ദിവസം അതൊക്കെ ഇവളെയും കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യും, ചെന്നിട്ടേ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ നോക്ക്. നമുക്കൊരു സ്ഥലം വരെ പോകണം. നമ്മൾ എങ്ങോട്ട് പോവാൻ? ഇതിപ്പോ പണിക്കാരില്ലേ ഇവിടെ, അവര് പോകാൻ നിൽക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് നമ്മളിട്ടിട്ട് പോവാനാ? ആ, അതൊക്കെ ഉണ്ട്. ഈ മക്കള് എന്ന് പറഞ്ഞിട്ട് താന്നു കൊടുക്കുമ്പോഴേ അവര് തല കയറി കളിക്കാൻ നിൽക്കുക. അമ്മേ, കഴിക്കാനെന്തെങ്കിലും എടുത്തൊക്കെ, ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരായി. അതൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെ എടുത്ത് കഴിച്ചോ. ഇനി നിന്നുണ്ടെങ്കിൽ ഞങ്ങള് വൈകും. നിങ്ങൾ വൈകാനോ? അല്ല, നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങൾ ചെറിയൊരു യാത്ര പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചതാ. അച്ഛൻ എന്താ ഒരുമാതിരി ചിന്തിക്കാതെ സംസാരിക്കുന്നത്? ഇത്രയും പണി വീട്ടിൽ നടക്കുമ്പോ വീട് വിട്ട് ടൂർ എന്ന് പറഞ്ഞിറങ്ങുക, ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അപ്പൊ ഇത്രയും പണിക്കാരെ വെച്ചിട്ട് നിങ്ങൾ ടൂർ വന്നതോ? അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ. മര്യാദയ്ക്കാണെങ്കിൽ നീ നേരത്തെ അമ്മേനോട് എന്ന് പറയല്ലേ, അമ്മ ഇത്ര പണിക്കാർ ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാവും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അത് പുറത്തുനിന്ന് വാങ്ങണോ, ഞങ്ങൾക്കൊരു ടൂർ പോകാനുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നീ അമ്മേനോട് പറയില്ലേ? നിനക്കറിയാലോ നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ വയ്യാകി ഉണ്ടെന്ന്. അതൊക്കെ വെച്ചിട്ട് അവൾ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണം. ഈ പൊടിയും അതും ഇതൊക്കെ അടിച്ചു വരണം. മാത്രമല്ല ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സംഭവം എന്താന്ന് അച്ഛന് പിടിയിട്ട് അതുകൊണ്ട് മക്കൾ ആ അടവങ്ങോട്ട് കയ്യിൽ വെച്ചു. ഇപ്പൊ ഈ വർക്ക് ഇത്രയ്ക്ക് പ്രധാനമാണെങ്കിലേ രണ്ടുപേരും കൂടെ നിന്നിട്ട് ആ വർക്ക് അങ്ങോട്ട് തീർക്ക്. അതിനുശേഷം നിങ്ങൾ ടൂർ പോയിക്കോ.